നമസ്തേ. നിങ്ങൾ തരുന്ന ഓരോ അപ്രിസിയേഷനും ഇതുപോലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകളുമാണ് എനിക്ക് വീണ്ടും ട്രെയിനിങ് വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് എന്നാണ്. ഞാൻ എപ്പോഴും പറയും, മാർക്കറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് പണം ചിലവാക്കുന്നതിലല്ല കാര്യം, അതിനകത്ത് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. ഞാൻ പറഞ്ഞു, മാർക്കറ്റിങ്ങിൽ ആവശ്യം വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്, പണമല്ല. പണം വേണം, എന്നാലും അമിതമായി പണം ചെലവാക്കുന്നതിൽ കാര്യമില്ല. അതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതിലാണ് അതിൻ്റെ കാര്യമുള്ളത്. വളരെ ഹൊറിബിളായിട്ടും ഓഫുള്ളായിട്ടും ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങളെ തന്നെ വില കുറച്ച് കാണിക്കും. എന്നാൽ ഇത്തരം പുതിയ പുതിയ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിലയാണ് ഉയർത്തി കാണുന്നത്. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇന്ന് വേണ്ട, ഈ അടുത്ത് കണ്ട ഏത് പരസ്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്? ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? അത്തരം ഒരു പരസ്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിനായ സത്യം. അപ്പോൾ അത്തരം പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം, പരസ്യം വിട്ടോളൂ. മറ്റെന്തെങ്കിലും തന്നെ നമ്മളിന്ന് റോഡിൽ നടന്നു പോകുമ്പോൾ യൂഷ്വലായി കാണുന്ന എന്ത് കണ്ടാലും നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. പണ്ടൊക്കെ നമ്മൾ റോഡിൽ ഇറങ്ങി ഒരു ബെൻസ് കാറോ അല്ലെങ്കിൽ ഒരു വലിയ വില കൂടിയ കാർ കണ്ടാൽ നമ്മുടെ മനസ്സിലൂടെ ഇന്ന് നമ്മൾ വഴിയിൽ വെച്ചിട്ട് കാർ കണ്ടു എന്ന് പറയും. പക്ഷേ ഇന്നങ്ങനെയല്ല. മാർക്കറ്റിൽ എല്ലാത്തരം വാഹനങ്ങളും റോഡിൽ ഓടുന്നുണ്ട്. അപ്പം അത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യമായാലും യൂഷ്വലായിട്ടൊന്നും കാണുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അൺയൂഷ്വൽ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഉടക്കി നിൽക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാനൊരു ചെറിയ പോസ്റ്റർ കാണിക്കാം. ഇത് കിറ്റ്കാറ്റിൻ്റെ പരസ്യമാണ്. അവർ എന്ത് വ്യത്യസ്തമായി ഇത്തരം ഒരു പരസ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യത്യാസമായി നമുക്ക് തോന്നാം. ഇനി അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ആഡിൽ ഇത് ഞാൻ കാണിക്കുന്നത് കെൽസ്റ്റൺ നാച്ചുറൽസിൻ്റെ പരസ്യമാണ്. ഒറ്റ ബോർഡാണ്, പക്ഷേ 4 ഫീലിംഗ് നമുക്ക് അവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ മുടി എന്ന് പറയുന്നത് അത്രയും ഭാഗം റിമൂവ് ചെയ്തിരിക്കുകയാണ് ഫ്ലെക്സ് ബോർഡിൽ നിന്ന്. ഈ രാവിലെ കാണുമ്പോൾ അത് രാവിലെ വേറെ രീതിയിലും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും 4-4 തന്നെ കാണാൻ പറ്റും. അവിടെയാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി. വലിയ പരസ്യവും വാചകങ്ങളും ഒന്നും എഴുതിയിട്ടില്ല. അവരെ ചെറിയൊരു ബോർഡ് മാത്രമേ അതിൻ്റെ ബോർഡിൻ്റെ താഴെ വെച്ചിട്ടുള്ളൂ. രാത്രിയാകുമ്പോൾ ലൈറ്റ് ബോർഡിലേക്ക് ലൈറ്റ് പതിപ്പിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മുടി ബ്ലാക്ക് ആയിട്ട് കാണും. രാവിലെ കാണുമ്പോൾ എന്താണോ വെളിയിൽ കാണുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ പരസ്യത്തിൽ കാണും. അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഇനി വീണ്ടും ഞാൻ ഒരു പരസ്യം കൂടി കാണിക്കുന്നു. ഇത് ഒരു ഹോർഡിംഗ് ആണ്. സാധാരണ നമ്മൾ 100,000 ഹോർഡിങ്ങുകൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ഹോർഡിംഗ് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു ഹോട്ടലുകാരുടെ പരസ്യമാണ്. ആ പരസ്യത്തിൽ ഒരുപാട് പരസ്യ വാചകങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷേ ആ ഹോർഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉടക്കി നിൽക്കും. അത് നമ്മൾ ഓൺ ദ വേ റോഡിൽ എവിടെയെങ്കിലും വെച്ച് ഈ ഹോർഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഈ കട കാണുമ്പോഴും നമുക്കത് മനസ്സിലേക്കും. തൊട്ടടുത്ത് പ്രസ്റ്റീജിൻ്റെ ഒരു പരസ്യമാണ്. അവർ എന്ത് ക്രിയേറ്റീവായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ, പ്രസ്റ്റേജിൻ്റെ അടപ്പിൻ്റെ ആ ഹാൻഡിൽ തന്നെ അവർ ഹോർഡിങ് ആയി നിർത്തിക്കും. എന്ന് പറഞ്ഞാൽ ആ ഹാൻഡിൽ അത്രയും പവർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വ്യത്യസ്തമായ രീതിയിൽ ആഡ് ചെയ്തിരിക്കും. ഇത്തരം വ്യത്യസ്തമായ ആഡുകൾ ചെയ്യുമ്പോഴാണ് അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. അതിന് ഒരുപാട് പണച്ചെലവില്ല. ഞാൻ ഒരെണ്ണം കൂടി കാണിക്കാം. ഇതൊരു ഫ്രെയിമാണ്. ഫ്രെയിമിൽ ഒരു പെൺകുട്ടി ക്യാമറയുമായി നിൽക്കുകയാണ്. ഈ കസ്റ്റമർ അതിൻ്റെ മുമ്പ് കൂടി നടന്നു പോകുമ്പോൾ ക്യാമറയിൽ നിന്ന് ഒരു ഫ്ലാഷ് അടിക്കും. ജസ്റ്റ് അപ്പോൾ ഫ്ലാഷ് അടിക്കുമ്പോൾ ആരും തിരിഞ്ഞു ഒരു പെണ്ണ് നിന്ന് ഫോട്ടോ എടുത്ത ഒരു ഫീലിംഗ് വരും. അതിൽ ചെറിയ നമ്മുടെ ഒരു ആഡിൻ്റെ ചെറിയൊരു ഇത് മാത്രം കൊടുത്തിരിക്കും. ആൾക്കാരുടെ മനസ്സിലേക്ക് അത് ഉടക്കി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആഡുകൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആഡുകൾ ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുറേ ദിവസമെങ്കിലും നിൽക്കുന്നത്. അതുപോലെ ഒരുപാട് പണം ചിലവാക്കുന്നതിലല്ല, നമ്മുടെ ബ്രില്യൻസി, നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിലാണ് ആ നില ഏറ്റവും കൂടുതൽ പരസ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പരസ്യത്തിന് ഒരുപാട് പണം ചിലവാക്കുന്നതിലല്ല, അതിൻ്റെ ക്രിയേറ്റീവ് പൊസിഷനിങ്, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഈ പരസ്യം കണ്ടോ, ഇതൊരു ഐസ്ക്രീം ഷോപ്പിൻ്റെ പരസ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ബേക്കറികളും അവർ വലിയ ഹോർഡിങ്ങും പരസ്യമൊക്കെ വയ്ക്കാറുണ്ട്. ഇത്തരം ഒരു പൊസിഷനിങ്
നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കും. കസ്റ്റമർ ഒരിക്കലും ഈ പരസ്യം ഒരിക്കലും മറക്കില്ല. ഇതൊരു ഐസ്ക്രീം ഷോപ്പ്, ഇത് നിങ്ങളുടെ ഷോപ്പിനും ഈ രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് കസ്റ്റമറുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് മറ്റൊരു പരസ്യം, ഇത് നമ്മുടെ വുഡ്ലാൻഡിൻ്റെ പരസ്യമാണ്. വുഡ്ലാൻഡ് അവരുടെ പരസ്യത്തിൽ ബോർഡിൽ ഒന്നും വെച്ചിട്ടില്ല, വെറും ഒരു ബോർഡ് മാത്രമാണ്. പക്ഷേ അവരുടെ ഒരു പ്രോഡക്റ്റ്, ഒരു ഷൂ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഏത് കസ്റ്റമർ അതുവഴി പോകുമ്പോഴും നമ്മൾ അതിൻ്റെ മുമ്പ് കൂടെ ബസ്സിൽ പോകുന്ന ഏതൊരാളുടെയും പെട്ടെന്ന് അത് ഉടക്കി നിൽക്കും, അത് മനസ്സിൽ പതിഞ്ഞ് അവിടെ തന്നെ നിൽക്കും. അതിന് പകരം ഒരു വലിയ ഹോർഡിങ് വെക്കുകയോ കുറേ വേർഡിങ്സ് എഴുതി ഒരു അട്രാക്റ്റീവ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് ഉടക്കി നിൽക്കുന്ന രീതിയിൽ. ഇതിന് അഡീഷണൽ പ്രത്യേക ചിലവൊന്നുമില്ല. ആ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കൃത്യമായും ആൾക്കാരത് ശ്രദ്ധിക്കും, കസ്റ്റമറുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും, അതായത് മനസ്സിൽ ഉടക്കി നിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിൽക്കുന്നതാവണം, അത്തരം ക്രിയേറ്റിവിറ്റികളാകണം നമ്മുടെ പരസ്യത്തിലുണ്ടാകേണ്ടത്. ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് മറ്റൊരു ക്രിയേറ്റിവിറ്റിയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് കാർഡുകൾ, റോയൽറ്റി കാർഡുകൾ. നമ്മുടെ കസ്റ്റമറെ റോയൽ കസ്റ്റമറാക്കി മാറ്റാനുള്ള ടെക്നിക്കുകളാണ്. ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി. നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത് പോലെ മാത്രമേ ആകുന്നുള്ളൂ. കസ്റ്റമർക്ക് ഒരു കൃത്യമായൊരു നല്ല കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്. ഈ കസ്റ്റമർ നമ്മുടെ ഒരു പ്രിവിലേജ് കസ്റ്റമറാണ്. നമ്മൾ സാധാരണ എല്ലാ കസ്റ്റമർമാർക്കും ചിലപ്പോഴൊക്കെ 5%, 3% ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പ്രിവിലേജ് കാർഡ് ഉള്ളവർക്ക് അഡീഷണൽ ആയിട്ടൊരു ഡിസ്കൗണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണെങ്കിൽ കൂടി അവർക്കൊരു കാർഡ് കൊടുക്കുന്നതിലൂടെ കസ്റ്റമറുടെ മനസ്സിനകത്ത് ഒരു പ്രൗഡ് ഫീലിംഗ് വരും. ഞാൻ ആ ഷോപ്പിൻ്റെ, ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രിവിലേജ് കസ്റ്റമറാണ്. ഇപ്പോൾ വലിയ വലിയ കമ്പനികളെല്ലാം, വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം ഇത്തരം കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, കസ്റ്റമർ അവരെ തന്നെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും അവരുടെ റീപർച്ചേസിങ് കാപ്പബിലിറ്റി കൂടുകയും ചെയ്യും. അത് നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇതും ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇതിൽ ഒരുപാട് പണച്ചെലവില്ല, എന്നാൽ കസ്റ്റമർ റിട്ടൻഷൻ നമുക്ക് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.